സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉജ്ജിറ്റ് മാസ്റ്റർ. അങ്ങനെ ഏപ്രിൽ ഫുള്ളിൻ്റെ അന്ന് തന്നെ സ്പൈഡർമാൻ ഫ്രാഞ്ചൈസിയിലെ അടുത്ത സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നു. സിനിമയുടെ ടൈറ്റിലാണ് ഇപ്പോൾ റിവീൽ ആയിരിക്കുന്നത്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഇത് കൺഫേം ആണോ അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും പറ്റിച്ചതാണോ എന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ഇതിനെപ്പറ്റി ഇനി സംസാരിക്കാം. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടക്കം. അതിന് നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അവർ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് എനേബിൾ ചെയ്യുക. ഞാനപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഫസ്റ്റ് ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ കോമിക്സിലേക്ക് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള സിനിമ ഉണ്ടോ എന്ന് അറിയണം. എന്നാൽ അതിനു മുൻപ് ഈ സിനിമയുടെ ടൈറ്റിൽ റിയൽ ആണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ടൈറ്റിൽ ഉള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ മാർവലോ സോണിയോ നമ്മളെ പറ്റിച്ചതല്ല. പറയാൻ കാര്യം, സോണിവേഴ്സിന്റെ മറ്റ് സിനിമകളുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ അത് സത്യമാണ് എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇനി ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമിക്സിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ നടക്കുന്നുണ്ട്. അതും സ്പൈഡർമാൻ വൺ മോർ ഡേ എന്ന ഒരു കോമിക് എഡീഷനിൽ തൊട്ട് തുടർച്ചയായിട്ട് തന്നെ. അഥവാ ആ ഒരു കോമിക് എഡീഷനിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നോ വേ ഹോം എന്ന സിനിമ അവർ പുറത്തിറക്കിയിട്ടുള്ളത്. ആ ഒരു കോമിക് എഡീഷനിലായിട്ട് നമ്മൾ കാണുന്നത് മഫിസ്റ്റോ സ്പൈഡർമാനുമായിട്ട് ഡീലുണ്ടാക്കി പുള്ളിയുടെ ഐഡന്റിറ്റി ലോകത്ത് നിന്ന് മറയ്ക്കുന്നു, ശേഷം ആന്റിമേ എല്ലാം തിരികെ വരുന്നു എന്നൊരു സ്റ്റോറി ലൈനുമാണ്. ചുരുക്കി പറഞ്ഞാൽ നോ വേ ഹോമിൽ നമ്മൾ എന്ത് കണ്ടോ അത് തന്നെ. സോ അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് തുടർച്ചയായിട്ട് കോമിക്സിൽ വന്നിട്ടുള്ള ബ്രാൻഡ് ന്യൂ ഡേ എന്ന പേരിൽ തന്നെ ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ സിനിമ വരുന്നു. സോ അതോടെ തന്നെ ഏറെക്കുറെ പരസ്പരം കണക്റ്റഡ് ആണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കോമിക് അഡാപ്റ്റേഷൻ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ ബ്രാൻഡ് ന്യൂ ഡേ എന്ന കോമിക്സിൽ എന്താണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈഡർമാനെ ആ യൂണിവേഴ്സിൽ ഇപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരൻ വരുന്നില്ല. 100 ദിവസമായിട്ട് സ്പൈഡർമാൻ നഗരത്തിൽ വന്നിട്ടില്ല. ഇത് കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരിക്കുന്നത് ഡെയിലി ബ്യൂഗിൾ തന്നെയാണ്. ഡെയിലി ബ്യൂഗിളിന്റെ ആ ഒരു സർക്കുലേഷൻ തന്നെ നിർത്തിവെച്ചു. ജെ ജോനാ ജെയിംസിന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് തുടങ്ങിയ പല സംഭവങ്ങൾ നടന്നു. ഇത് മാത്രമല്ലാതെ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ സ്പൈഡർമാൻ മിസ്സിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്പൈഡർമാൻ പുറത്തിറങ്ങാത്ത ഈ ഒരു സമയത്ത് മറ്റൊരു സൂപ്പർ ഹീറോ കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ജാക്ക് ബോട്ട് ഒരു ലേഡി സൂപ്പർ ഹീറോ ആണ്. മിസ്റ്റർ നെഗറ്റീവ് എന്ന ആ ഒരു കഥാപാത്രം വില്ലനായിട്ട് വിലസുന്ന സമയം ഇപ്പോൾ ഓൾറെഡി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക്, അല്ലെങ്കിൽ സ്പൈഡർമാൻ ഫ്രാഞ്ചൈസിയിലേക്ക് പുതിയൊരു കാസ്റ്റ് അനൗൺസ്മെന്റ് ഉണ്ട് എന്ന് കൂടി നമ്മൾ കേൾക്കുന്നു. ട്രെൻഡിങ് തിങ്സിലെല്ലാം ഉണ്ടായിരുന്ന അതേ ഒരു ആക്ട്രസ് തന്നെ. സോ അതുപോലെ തന്നെ മാർവൽ എന്തിനായിരിക്കും ഇത്തരത്തിലൊരു കാസ്റ്റ് നടത്താൻ പോകുന്നതെന്നോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ഒരു പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നോ ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു വിവരമില്ല. എങ്കിൽ പോലും കോമിക്സിലെ ആ ഒരു രീതി തന്നെ മേ ബി അവർ പിന്തുടർന്നേക്കാം. എന്നാൽ പോലും ഒരു കാര്യം ഇപ്പോഴുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മൾട്ടിവേഴ്സ് വളരെയധികം ശക്തമായിട്ട് നിലനിൽക്കുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഇനി അങ്ങോട്ടുള്ള ആ ഒരു സമയത്ത് ഒരു നോർമൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമ ഒരിക്കലും സോണിയും മാർവലും പുറത്തിറക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ വരുന്നുണ്ട് എങ്കിൽ തന്നെ അത് കുറെ കൂടി മൾട്ടിവേഴ്സൽ ലെവലിലേക്ക് തന്നെയായിരിക്കും. ഇത് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരു 5 മാസം മുൻപായിട്ട് തന്നെ സ്പൈഡർമാൻ 4ന്റെ ടൈറ്റിലാണ്, അല്ലെങ്കിൽ സ്പൈഡർമാൻ 4ന്റെ പ്ലോട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ ലീക്കായിരുന്നു. ആ ലീക്ക്ഡ് ആർട്ടിക്കിളിൽ നമ്മൾ കണ്ട അതേ പേര് തന്നെയാണ് ഇപ്പോൾ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡൂംസ് ഡേക്ക് ശേഷമായിരിക്കും സിനിമ പുറത്തിറക്കാൻ പോകുന്നത് എന്ന്. ഇപ്പോഴത്തെ ഇതിന്റെ റിലീസ് ഡേറ്റ് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിലും നമുക്കത് തന്നെ കൺഫേം ആക്കാനും സാധിക്കുന്നു. അഥവാ ഡൂംസ് ഡേക്ക് ശേഷമാണ് സിനിമ പുറത്തിറങ്ങുന്നത്. ഇത് മാത്രമല്ലാതെ ഈ ഒരു സിനിമയിലായിട്ട്, അഥവാ ആ ഒരു ലീക്ക് പ്രകാരം ഈ ഒരു സിനിമയിലായിട്ട് ആൻഡ്രൂ ഗാർഫീൽഡിന്റെയും അതേപോലെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനെയും കാണും. ഇത് മാത്രമല്ലാതെ എക്സ്മെൻസും ഡോക്ടർ ഡൂം ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ വില്ലന്മാർ ഈ ഒരു സിനിമയിൽ കാണുമെന്നും ഈ ഒരു കാസ്റ്റ് ലിസ്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു ലീക്ക്ഡ് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. സോ അതോട് തന്നെ പല കാര്യങ്ങളും സത്യമാകുന്നു, പലത് നമ്മൾ വിശ്വസിക്കാത്ത രീതിയിലുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു നോർമൽ സിനിമയായിട്ട് ഈ ഒരു സിനിമയെ നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ അവർ പുറത്തിറക്കില്ല. എന്തൊക്കെ തന്നെയായാലും കാത്തിരിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് സാധിക്കൂ. ഇത് മാത്രമല്ലാതെ ഓൾറെഡി ഡൂംസ് ഡേയുടെ ആ ഒരു കാസ്റ്റ് അനൗൺസ്മെന്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വെളിവാക്കാം. എന്നാൽ പോലും മൾട്ടിവേഴ്സിന്റെ രാജാവ് തിരികെ വന്നിട്ടുണ്ട്, അഥവാ ലൂക്കി തന്നെ. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സോ അതോടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഉപദേശങ്ങളും ഈ ഒരു കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിരിച്ചും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഈ ഒരു എപ്പിസോഡ് ഡീറ്റെയിലും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ ഒരു അമൽ യു വാച്ചിങ് ഉജ്ജിറ്റ് മാസ്റ്റർ.